കൂട്ടുകാരെ, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന സ്നാക്സിൻ്റെ, ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ബ്രാൻഡ് മാറിപ്പോയതിൻ്റെ പേരിൽ ഇങ്ങനെ വാശി പിടിക്കാറുണ്ടോ? വൈകുന്നേരം പുറത്തു പോയി മന്തിയും അൽഫാമൊക്കെ കഴിക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ പിണങ്ങാറുണ്ടോ? എന്നാൽ ഈ വീഡിയോ ഒന്ന് കാണണേ, സ്കിപ്പ് ചെയ്ത് പോവല്ലേ. ഇത് കണ്ടോ, നമ്മളെപ്പോലുള്ള കൂട്ടുകാരാണ് ഒന്ന് വിശപ്പ് മാറാൻ ഒരിത്തിരി ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നത്. അവരാ പാത്രത്തിനുള്ളിൽ കൈയിട്ട് അതിങ്ങനെ ചുരണ്ടി എടുത്തിട്ട് കഴിക്കുകയാണ്. താഴെ വീണ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിറക്കി തിന്നുകയാണ്. ഒരിറ്റു കഞ്ഞിക്ക് വേണ്ടി അടിപിടി കൂടുകയാണ്. അവർക്കറിയില്ല എന്തിനാണ് ഈ യുദ്ധമെന്നോ ഉപരോധമെന്നാൽ എന്താണെന്നോ ഒന്നും. പക്ഷെ ഒന്നവർക്കറിയാം, വിശപ്പിന് വല്ലാത്ത കാഠിന്യമാണെന്ന്. നമ്മളെപ്പോലെ വിശപ്പും ദാഹവുമുള്ള ജീവനുകളാണ് അവരും. ഗസയിൽ ഭക്ഷണം കിട്ടാതെ എരിഞ്ഞടങ്ങിയത് 200ഓളം കുരുന്നുകളാണ്. പട്ടിണി കിടന്ന് എല്ലും തോലുമായവർ 1000-ലധികം. ഇത് നോക്കൂ, കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണധാന്യങ്ങൾ നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് ഈജിപ്തുകാർ. അവർ എറിയുന്നത് ഭക്ഷണവും വെള്ളവുമല്ല, വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ്, കാരുണ്യമാണ്, കടമയും കരുതലുമാണ്. അവ ഗസയിലെത്തുമെന്ന് ഉറപ്പില്ല, എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയുടെ ഏറെ തുടരുകയാണ് ഈജിപ്തുകാർ. ഗസയിലെ വിശന്നു കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ കണ്ട് കരളലിഞ്ഞ ഈജിപ്തിലെ സാറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അരിയും പയറും പരിപ്പുമൊക്കെ വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു. അതിലിങ്ങനെ എഴുതി: ക്ഷമിക്കുക, നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. അതിനടിയിൽ സാറ ആൻറ്റിയുടെ പേരും നമ്പരും. മറ്റൊന്നിനുമല്ല, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം. ഭദ്രമായി അടച്ച കുപ്പികൾ ലക്ഷ്യത്തെത്തണമെന്ന പ്രാർത്ഥനയോടെ കടലിലേക്ക് ഒഴുക്കി സാറ ആൻറ്റി. ആ കുപ്പികളെ കാറ്റ് ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയില്ല. കടൽ വെള്ളം കുപ്പിയിൽ കയറി ഭക്ഷണം കേടുവന്നില്ല. 3-ാം